ഇമാജിൻ ഒരു ലേഡി അവരുടെ ഹസ്ബൻഡിന്റെ മുഖത്ത് 5 പ്രാവശ്യം വെടിവെക്കുന്നു. അതിനുശേഷം ആ ലേഡി ഒരൊറ്റ വാക്ക് പോലും മിണ്ടാതെ സൈലന്റ് ആകുന്നു. പോലീസ് അന്വേഷണത്തിന്റെ ടൈമില്, കോടതിയില്, എന്തിന് തെറാപ്പി ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ പോലും ആള് വാ തുറന്ന് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഫുൾ സൈലൻസ് പറഞ്ഞാല് ടോട്ടൽ സൈലൻസ്. ഇത് കുറച്ചു ദിവസത്തെ കഥയൊന്നുമല്ല, കുറച്ചു വർഷങ്ങളായി ആ ലേഡി സൈലന്റ് ആയിട്ട്. ഇതുപോലെ ഒരു ക്രൈം ചെയ്യാനായിട്ട് ആ ലേഡിയെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്, എന്നിട്ട് അതിനുശേഷം എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയത്? ഇതാണ് അലക്സ് മൈക്കലേഡിയസിന്റെ ദ സൈലന്റ് പേഷ്യന്റ് എന്ന ബുക്കിലെ മിസ്റ്ററി. ഇന്നത്തെ വീഡിയോ ദ സൈലന്റ് പേഷ്യന്റ് എന്ന ബുക്കിന്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ വീഡിയോ ആണ്. സ്പോയിലർ ഫ്രീ ആയിരിക്കും, സോ ബുക്ക് വായിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ധൈര്യത്തോടെ ഈ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ദ സൈലന്റ് പേഷ്യന്റ് എന്ന ബുക്കിന്റെ കഥയുടെ ഒരു ഔട്ട്ലൈൻ വിത്തൗട്ട് എനി സ്പോയിലേഴ്സ്, ഈ ബുക്കിൽ എനിക്ക് തോന്നിയ പ്ലസസ് എന്തൊക്കെയാണ്, ഈ ബുക്കിൽ എനിക്ക് തോന്നിയ മൈനസസ് എന്തൊക്കെയാണ്, ഈ ബുക്ക് ശരിക്കും ഒരു മാസ്റ്റർ പീസ് തന്നെയാണോ ഓർ ഓവർ ഹൈപ്ഡ് ആണോ, ഈ ബുക്കിൽ എന്തെങ്കിലും വാർണിംഗ്സ് ഉണ്ടോ, ഈ ബുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ബുക്ക് ആണോ, ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് എന്താണ്, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. സോ വീഡിയോ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണാം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിച്ചേക്കാം. ഈ ബുക്കിന്റെ സ്പോയിലേഴ്സോട് കൂടിയ ഒരു ബുക്ക് ഡിസ്കഷൻ Q&A പോലെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അനൗൺസ്മെന്റ്സ് ആൻഡ് വ്യൂവേഴ്സിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ അതിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ബുക്ക് ഡിസ്കഷൻ ആണ്, സോ സ്പോയിലേഴ്സ് എന്തായാലും ഉണ്ടാവും. ഉടനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വരുന്നതായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് ആൻ ഐ ഓൺ ദാറ്റ്. ഓക്കെ, ബാക്ക് ടു വീഡിയോയിലോട്ട് വരാം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ദ സൈലന്റ് പേഷ്യന്റ് എന്ന ബുക്കിലെ കഥയുടെ ഒരു ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ്? ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ബുക്കിലുണ്ടെങ്കിലും 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഈ കഥയിലുള്ളത്, അലീഷ്യ ആൻഡ് തിയോ. ഈ 2 ക്യാരക്ടേഴ്സിന്റെ POVയില് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓഥർ കഥ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അലീഷ്യയുടെ POV അലീഷ്യ എഴുതിയ ഡയറിയിലൂടെയാണ് പറയുന്നത്. അലീഷ്യ ബെറൻസൺ ഒരു പെയിന്റർ ആണ്. അലീഷ്യയുടെ ഹസ്ബൻഡ് ഗാബ്രിയൽ ഒരു ഫോട്ടോഗ്രാഫറും. ഒരു ദിവസം അലീഷ്യ തന്റെ ഹസ്ബൻഡിന്റെ മുഖത്ത് 5 പ്രാവശ്യം വെടിവെക്കുന്നു. ഗാബ്രിയലിനെ ഒരു ചെയറിൽ കെട്ടിവെച്ചിട്ട് അലീഷ്യ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് പോലീസ് വന്നപ്പോൾ കാണുന്നത്. ഈ ഒരു മർഡർ ചെയ്തതിനു ശേഷം അലീഷ്യ ഫുൾ ആയിട്ട് സൈലന്റ് ആകുന്നു. പക്ഷേ തന്റെ ടെസ്റ്റിമോണി ആയിട്ട് തന്റെ തന്നെ ഒരു പോർട്രേറ്റ് വരച്ചിട്ട് അതിന് ആൽസെസ്റ്റസ് എന്ന് പേരിടുന്നു. അലീഷ്യയുടെ റെസ്പോൺസ് ഈ ഒരു പെയിന്റിംഗ് മാത്രമാണ്. ഇതല്ലാതെ മറ്റേത് പോലീസ് ഇൻവെസ്റ്റിഗേഷനോ കോടതിയിലോ മെന്റൽ ട്രീറ്റ്മെന്റ് ടൈമിലോ ആള് വാ തുറന്നിട്ടില്ല. അങ്ങനെ ഫുള്ളി സൈലന്റ് ആയിട്ടാണ് അലീഷ്യ ഒരു മെന്റൽ ട്രീറ്റ്മെന്റ് സെന്ററിൽ കഴിയുന്നത്. തിയോ ഫേബർ ആണ് സെക്കൻഡ് മെയിൻ ക്യാരക്ടർ. തിയോ ഒരു ക്രിമിനൽ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അലീഷ്യയുടെ കേസിൽ വല്ലാതെ ഒബ്സസ്ഡ് ആയിട്ട് അലീഷ്യ ഉള്ള ട്രീറ്റ്മെന്റ് സെന്ററിൽ ജോയിൻ ചെയ്ത് അലീഷ്യയെ തിയോ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റുള്ളവരൊക്കെ കൈയൊഴിഞ്ഞ അലീഷ്യയെ താൻ എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അലീഷ്യയെ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് അലീഷ്യയുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ ഒരു ചെറിയ ഇൻവെസ്റ്റിഗേറ്ററിനെ പോലെ തിയോ മീറ്റ് ചെയ്യും, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും, ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തിയോയ്ക്ക് അലീഷ്യയെ സംസാരിപ്പിക്കാനായിട്ട് സാധിച്ചോ? എന്തുകൊണ്ടാണ് തിയോ അലീഷ്യയുടെ കേസിൽ ഇത്ര ഒബ്സഷൻ കാണിക്കുന്നത്? തിയോ അലീഷ്യയുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അലീഷ്യ തന്നെയാണോ ഗാബ്രിയലിനെ മർഡർ ചെയ്തത്? എങ്കിൽ എന്തിനാണ് മുഖത്ത് തന്നെ വെടിവെച്ചത്? അലീഷ്യ തന്റെ ടെസ്റ്റിമോണി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോർട്രേറ്റിന് ആൽസെസ്റ്റസ് എന്ന് എന്തിനാണ് പേരിട്ടത്? ഇതെല്ലാമാണ് ദ സൈലന്റ് പേഷ്യന്റ് എന്ന കഥയുടെ ഒരു ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ്. സ്പോയിലേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ബാക്കി കഥയൊക്കെ നിങ്ങൾക്ക് ബുക്ക് വായിച്ച് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, എനിക്ക് ഈ ബുക്കിൽ തോന്നിയ പ്ലസസ് എന്തൊക്കെയാണ്? ഇതിന്റെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ബുക്കിന്റെ ഒരു പ്ലസ്. ഭയങ്കര ത്രില്ലാണ്, ഫാസ്റ്റ് പേസ്ഡ് ആണ്. എന്താണ് നടക്കുന്നത്, അലീഷ്യ എന്തിനു സൈലന്റ് ആയി എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ബുക്കിന്റെ തുടക്കം മുതൽ റീഡേഴ്സിലെ ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതേ ക്യൂരിയോസിറ്റി ബുക്കിന്റെ എൻഡ് വരെയും കൊണ്ടുപോകുന്നുണ്ട്. ഈ ബുക്കിന്റെ ട്വിസ്റ്റ് ആണ് ഈ ബുക്കിന്റെ മറ്റൊരു പ്ലസ്. ആക്ച്വലി അതൊരു മെയിൻ പ്ലസ് ആണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റ് ആണ് ഈ ബുക്കിലുള്ളത്. ട്വിസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഇതുവരെ വായിച്ചതൊക്കെ ഫുള്ള് ഡൗട്ട് ആവും. കുറച്ച് പേജസ് ഒക്കെ പുറകിലോട്ട് മറിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കും, ഞാൻ ഇതുവരെ വായിച്ചതൊക്കെ കറക്റ്റ് തന്നെ അല്ലേ എന്ന്. അങ്ങനെ ഇതുവരെ വായിച്ചതൊക്കെ നമ്മളെ ഡൗട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ട്വിസ്റ്റ്. ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സാധാരണ മിക്ക ബുക്സിലും ഒരു ക്രൈം നടക്കും, എന്നിട്ട് അത് ആരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്ന പോലെയായിരിക്കും. ബട്ട് ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ ആര് എന്ത് ക്രൈം ചെയ്തു എന്ന് പറയും, എന്നിട്ട് എന്തിനു ചെയ്തു എന്നതാണ് മെയിൻ കഥ. അതും നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് പേസ്ഡ് പേജ് ടേണർ തന്നെയാണ് ഈ ബുക്ക്. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. നെക്സ്റ്റ്, എനിക്ക് ഈ ബുക്കിൽ തോന്നിയ മൈനസസ് എന്തൊക്കെയാണ്? ഇത്രയൊക്കെ പ്ലസസ് ഉണ്ടെങ്കിലും എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ കുറച്ച് മൈനസ് ഉള്ള പോലെ തോന്നി. കഥയൊക്കെ നല്ല ത്രില്ലിംഗ് ആയി പോയാലും എനിക്ക് ഈ ബുക്ക് ഒരു ഫ്ലോയിൽ അങ്ങ് വായിച്ചു പോകാനായിട്ട് പറ്റിയില്ല. എസ്പെഷ്യലി തുടക്കത്തിൽ ലാംഗ്വേജ് കുറച്ച് കട്ടിയായിട്ടാണ് ഫീൽ ചെയ്തത്. മനസ്സിലാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു ഒഴുക്കിൽ അങ്ങ്
വായിച്ചു പോകും എന്ന് പറയില്ലേ, എനിക്ക് അത് ഇത്തിരി പാടായിരുന്നു. മേ ബി ഈ ബുക്ക് വായിച്ച ടൈമിൽ ഞാൻ അത്ര UK ഓതേഴ്സിന്റെ ബുക്ക് വായിച്ചിട്ടില്ലായിരുന്നു, US ഓതേഴ്സിന്റെ ബുക്കായിരുന്നു കൂടുതലും വായിച്ചിരുന്നത്. സോ ആ ഒരു റൈറ്റിംഗിന്റെ ഡിഫറൻസ് കാരണമാണോ എന്നറിയില്ല. ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നല്ലപോലെ മിസ്റ്ററീസ് ഒക്കെ വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നില്ലായിരിക്കും. മറ്റൊരു മൈനസ് എനിക്ക് തോന്നിയത്, ഈ ബുക്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതും ചിലരുടെ പേരൊക്കെ മനസ്സിൽ ഓർക്കാനേ നല്ല പാടായിരുന്നു. ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളൊക്കെ ഉണ്ട്. സ്റ്റിൽ റീഡേഴ്സിനെ ഒന്ന് കുഴപ്പിക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഒരു മൈനസ് കൂടി ഉള്ളത് അലീഷയുടെ POV പ്രസന്റ് ചെയ്ത രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലീഷയുടെ POV അലീഷയുടെ ഡയറിയിലൂടെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ദിവസം നടക്കുന്ന ഇവന്റ്സ് ഒക്കെ ഫുള്ള് ഡയലോഗ് ബൈ ഡയലോഗ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ കഥ നടക്കുന്ന സീനിലോട്ട് റീഡേഴ്സിനെ അതേപടി എത്തിക്കാനായിട്ടായിരിക്കും ഓതർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുക. ബട്ട് സ്റ്റിൽ ഒരു ഡയറി എഴുതുമ്പോൾ ആരും എല്ലാ ഡയലോഗ്സും അതേപടി എഴുതില്ല. ഐ മീൻ ഇറ്റ് വാസ് ടു മച്ച് ഡയലോഗ് ഫോർ എ ഡയറി. സ്റ്റോറിയും സീനും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് നല്ലപോലെ സഹായിച്ചെങ്കിലും ഒരാളുടെ ഡയറിയിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ഇത്തിരി വശപശക്കുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതേ റൈറ്റിംഗ് സപ്പോസ് ഒരു ചാപ്റ്ററിൽ അലീഷ മറ്റേ ചാപ്റ്ററിൽ തിയോ എന്നായിരുന്നു പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമേ നോട്ടീസ് ചെയ്യില്ലായിരിക്കും. ഓൾസോ ചില സിറ്റുവേഷനിൽ ഇത്രയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരാൾക്ക് ഡയറി എഴുതാൻ പറ്റിയോ എന്ന് തോന്നിപ്പോകുന്ന 1-2 പ്ലേസസ് ഒക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് എത്താറാകുമ്പോഴും അലീഷയുടെ പഴയ കഥയിലെ ചില പോർഷൻസിലും അല്ല. ബേസിക്കലി ഡയറി പരിപാടി വേണ്ടിയിരുന്നില്ല. ദാറ്റ് ബീങ് സെഡ്, കഥയൊന്നും മോശമല്ല. ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടേ ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ ഓതർ നല്ലൊരു കഥ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ ബുക്ക് ശരിക്കും ഒരു മാസ്റ്റർ പീസ് തന്നെയാണോ അതോ ഓവർ ഹൈപ്ഡ് ആണോ? സോഷ്യൽ മീഡിയയിലും ബുക്ക് ഡിസ്കഷൻ ഫോറംസിലൂടെയും ഒരുപാട് ഹൈപ്പ് ഈ ബുക്കിന് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വാസ് വർത്ത് ദ ഹൈപ്പ്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റ്, പലരെയും സംശയം തോന്നിപ്പിക്കുന്ന ആ രീതിയിലെ സ്റ്റോറി നറേഷൻ, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കഥയുടെ പ്രോഗ്രഷൻ, എല്ലാം കൂടി നോക്കിയാൽ ശരിക്കും ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് ദ സൈലന്റ് പേഷ്യന്റ്. ജസ്റ്റ് ആ ഡയറി മാത്രം വേണ്ടിയിരുന്നില്ല. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് മൈ തോട്ട്. നെക്സ്റ്റ്, ഈ ബുക്കിൽ എന്തെങ്കിലും വാർണിംഗ്സ് ഉണ്ടോ? മർഡർ മിസ്റ്ററി ആണ്, സോ വയലൻസ് ടൈപ്പ് കണ്ടന്റ് കുറച്ചൊക്കെ ഉണ്ട്, എസ്പെഷ്യലി മർഡർ ചെയ്ത രീതി. ബട്ട് അതൊക്കെ ഓക്കെ ആണ്, നോർമലി നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ. ബട്ട് അതല്ലാതെ അലീഷയുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് കുറച്ച് ഡാർക്ക് ആണ്. അലീഷയുടെ പഴയ സ്റ്റോറി, ട്രീറ്റ്മെന്റ് സെന്ററിലെ എക്സ്പീരിയൻസസ് ഒക്കെ ചിലപ്പോൾ ചിലർക്ക് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയേക്കാം. എനിക്ക് ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അലീഷ എന്ന ക്യാരക്ടർ ഒന്ന് പോകേണ്ടി വന്നു, ആ വഴികളിൽ നിന്ന് മനസ്സിനെ ഒന്ന് മാറ്റാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. ബട്ട് ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണ്, സോ കുറച്ചൊക്കെ ഇന്റൻസ് ആയിരിക്കും സൈക്കോളജിക്കൽ പാർട്ട്. ദാറ്റ് ഈസ് എക്സ്പെക്ടഡ്. നെക്സ്റ്റ്, ഈ ബുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആണോ? ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ദിസ് ബുക്ക് ടു അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. കുറച്ച് അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, സോ കുറെ അധികം എഫേർട്ട് ഇടേണ്ടി വരും കഥ ഫുൾ ആയിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് മനസ്സിലാക്കാനായിട്ട്. ഓൾസോ റൈറ്റിംഗും അത്ര ഈസി അല്ല. സോ അബ്സല്യൂട്ട് ബിഗിനേഴ്സ് വേറെ കുറച്ച് ഈസി റീഡ്സ് ഒക്കെ വായിച്ച് കംഫർട്ടബിൾ ആയതിനു ശേഷം ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ്, ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് എന്താണ്? ഇത് ശരിക്കും ഒരു 5 സ്റ്റാർ റീഡ് തന്നെ എന്ന് പറയാം. ബട്ട് ഐ പേഴ്സണലി ഡിഡ്ന്റ് കൺവിൻസ് വിത്ത് ദ ഡയറി സ്റ്റൈൽ ഓഫ് നറേഷൻ. സോ അതുകൊണ്ട് മാത്രം കുറച്ച് റേറ്റിംഗ് ഞാൻ കുറച്ചു 4.8 സ്റ്റാർസ്. ഓവറോൾ നല്ലൊരു ബുക്കാണ്. ഈ ബുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറക്കണ്ട, ഈ ബുക്കിന്റെ സ്പോയിലേഴ്സോട് കൂടിയ ഒരു Q&A ഉടനെ തന്നെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കീപ് ആൻ ഐ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം പേജ് ഓർ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.